വെൽക്കം ടു വെള്ളം ചേർക്കാതെ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എമ്പുരാനെ കുറിച്ചാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് എമ്പുരാനെ കുറിച്ചുള്ള കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാണ്ട് എമ്പുരാൻ കളക്ഷനിൽ റെക്കോർഡൊക്കെ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് എമ്പുരാൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്ന് നമുക്ക് ഇന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമാണ് ശരിക്കും എമ്പുരാൻ കാണാത്തത്. അപ്പം ഞാൻ എന്റെ സംശയങ്ങൾ ചോദിക്കാം. നാട്ടിൽ നടക്കണം എന്തൊക്കെയാണെന്ന് എനിക്കും വലിയ പിടിയില്ല. ഞാനും കുറച്ച് തിരക്കായിട്ടൊന്നും നോക്കാൻ പറ്റിയില്ല. കേരളത്തിലുള്ളത് ഞാൻ മാത്രം. അതെ, അതുകൊണ്ട് അശ്വത്തിനോട് തന്നെ ഫസ്റ്റ് ചോദിക്കാം. ലൂസിഫറിൽ നിന്ന് എമ്പുരാനോട്ട് വന്നപ്പം ഒരു പടം എന്ന വയസ്സ് എന്തൊക്കെയാണ് പണ്ടെന്ന് തോന്നിയത്? അതിന്റെ അകത്ത് നല്ലത് എന്താണ്, മോശം എന്താണ്, അതൊന്നും പറയാം. ആദ്യം നമുക്ക് സിനിമയെ പറ്റി സംസാരിക്കാം. സിനിമേന്റെ അകത്ത് എനിക്കുണ്ടായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫീലിങ്സ് ആദ്യം പറയാം. ഇപ്പം എമ്പുരാൻ ഒരു മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മലയാളം മൂവി ആയിരുന്നു. കാരണം എല്ലാവർക്കും അറിയുന്ന പോലെ 2019 തോന്നുന്നു ലൂസിഫർ ഇറങ്ങിയത്. അപ്പം ലൂസിഫർ ഒരു ഹ്യൂജ് ഹിറ്റ് ആയിരുന്നു കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ, പുള്ളി ഒരു ബിഗ് ഫിലിമുമായിട്ട് വരുന്ന സമയത്ത് മലയാളികൾ എല്ലാ കാലത്തും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ആഘോഷിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ എമ്പുരാൻ വളരെ വലിയ ആന്റിസിപ്പേഷനോട് കൂടി വന്ന ഒരു സിനിമയായിരുന്നു. അപ്പം ആ ആന്റിസിപ്പേഷൻസ് മീറ്റ് ചെയ്തോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പം ലൂസിഫറിനെ നമുക്കറിയാം, ഒരു മാസ് മസാല എന്റർടൈനർ ആയിരുന്നു. പിന്നെ മോഹൻലാല് മുണ്ട് മടക്കുത്തി മീശയും തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാ കാലത്തും നമ്മുടെ കേരളത്തിൽ ഹിറ്റാണ്. അപ്പം അതിന്റെ അകത്തുനിന്ന് മാറി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എമ്പുരാൻ തന്നിട്ടുള്ളത്. അത് ഈ സിനിമയുടെ ക്രൂ ഓൾറെഡി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുണ്ട് മടക്ക് കുത്തിയ ഒരു മോഹൻലാലിനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഈ സിനിമയ്ക്ക് പോകരുത് എന്നുള്ളത് അവർ ഓൾറെഡി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാണ്ടാണ് ഈ സിനിമയ്ക്ക് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ മൊത്തം ഫിലിം ആസ് എ ഹോൾ ആ എക്സ്പീരിയൻസ് എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. എന്നാൽ അതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുകയും ചെയ്തു. മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ലോക്ക് നമുക്ക് എവിടെയും പ്രധാനമായിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. നമ്മള് ലൂസിഫർ അവസാനിക്കുന്നത് എങ്ങനെയാണ്? അതായത് മോഹൻലാൽ ഇതല്ല, സ്റ്റീഫൻ നെടുമ്പള്ളി അല്ല, അയാൾക്ക് വേറൊരു മുഖം കൂടി ഉണ്ട്, ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് കൂടി ഉണ്ട്. അപ്പം ഈ ഖുറേഷി എബ്രഹാം എങ്ങനെയാണ്, സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെയാണ് ഖുറേഷി എബ്രഹാം ആയത് എന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുവിധം എല്ലാവരും എമ്പുരാൻ കാണാൻ പോയത്. പക്ഷെ ആ സമയത്ത് അതിന്റെ അകത്ത് ആരാണ് എമ്പുരാൻ എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ പോകുന്നത്. അതെ, പോകുന്നത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആരാണ് സയ്യിദ് മസൂദ് എന്നാണ് സിനിമന്റെ അകത്ത് മെജോറിറ്റി ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തത്. എന്നെ കുറിച്ച് ഇരിക്കട്ടെ എന്നൊക്കെ കുറച്ച്. പക്ഷെ പടത്തിനകത്ത് തിയേറ്ററിൽ എങ്ങനെയായിരുന്നു റെസ്പോൺസ്? പടം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ടു. പക്ഷെ ഞാൻ കണ്ടത് ഇപ്പൊ കൊച്ചിന്നോ കോഴിക്കോടിന്നോ അങ്ങനത്തെ ഒരു ഹബ്ബ് ഏരിയ എന്നല്ല ഞാൻ കണ്ടിട്ടുള്ള സിനിമ. അതുകൊണ്ട് തന്നെ എന്റെ കുറച്ച് കോൾഡായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിന്റെ അകത്ത് ഉണ്ടായത്. തിയേറ്ററിൽ ഇളക്കി മറിച്ച ഒരേ ഒരു സീൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് മോഹൻലാൽ കേരളത്തിൽ വന്നിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് ഒരു മുണ്ടൊക്കെ മുടക്കി കൊടുക്കുന്ന ഒരു സീൻ ഉണ്ട്. ആ സീനിലാണ് ആകെ തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടായി എന്ന് പറയാനുള്ളത്. ബാക്കി എല്ലാ സമയത്തും വേണ്ട ഖുറേഷി എബ്രാമിന്റെ ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ മീൻസ് ലൂസിഫറിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ആയിട്ട് അല്ലാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ലൂസിഫറിൽ എൻഡ് ചെയ്യണത് ഒരു ഖുറേഷി എബ്രാം, ഒരു ഡോൺ. അപ്പം ഇവിടെ സാധാരണ പോലെ ജീവിച്ച ഒരാൾക്ക് ഒരു ഡോൺ സൈഡ് ഉണ്ട്. അപ്പൊ അതൊരു ഇമ്പാക്ട്ഫുൾ ഉള്ള രീതിയിലാണ് ലാസ്റ്റ് കാണിച്ചത്. അപ്പം പ്രതീക്ഷിക്കുന്നത് എന്താണ്, അപ്പം ആ ഖുറേഷി എബ്രാമിന്റെ സൈഡ് കുറച്ചും കൂടെ ആ ലെവലിലുള്ള ഡോൺ അല്ലേ ഇപ്പം അതിന്റെ ആ ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഈ ഡോൺ ലീവ് എടുത്ത് വരുമ്പോ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ അവിടെ സംഭവിക്കുന്നത് വല്ലതും പറയുന്നുണ്ടോ പടത്തിൽ? ക്രിമിനൽ എംപയറിന് എന്ത് സംഭവിക്കുന്നു? അങ്ങനെ പറയുന്നില്ല. ഇതിന്റെ അകത്ത് പുള്ളി
എന്താ പറയാ, കേരളത്തിൽ സ്റ്റീഫൻ രാഷ്ട്രീയം വിടുന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. 5 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതായത് ഇതുപോലെ ഒരു പ്രാവശ്യം ബിസി വന്നല്ലോ, ഡോൺ ഇപ്പം ആണ്. വന്നല്ലോ. ആ ബിസി സമയത്ത് ഡോണാ. ഒന്നുമില്ലല്ലേ. ബിസി ഡോണാ. ഇത്തവണ വന്നപ്പം അവിടുത്തെ ഒക്കെ ഏകദേശം സോർട്ട് ചെയ്തിട്ടാ വന്നത്. ഇല്ല ഒരു ബ്രേക്ക് എടുത്ത് വന്നത്. പിന്നെ അങ്ങനെ ആരെ ഏൽപ്പിക്കാനൊന്നും പറ്റിയ ടൈപ്പ് ഓഫ് ഒരു വരുമ്പോ ടീമായിട്ട് വരണ്ടേ. പക്ഷെ പുള്ളി കുറെ സ്ഥലങ്ങളുണ്ട്, ഞാൻ കുറെ പറയുവാണെങ്കിൽ രാജ്യ സാഹചര്യങ്ങൾ കണ്ടിരുന്നു. അതായത് ഇതിനകത്ത് പറയുന്ന പക്ഷെ പുള്ളി അതിനൊരു ഇത് ക്രിയേറ്റ് ചെയ്ത് കേരളത്തിന്റെ മാത്രം സേവിയർ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, പുള്ളി ലോകം മൊത്തം സേവിയർ ആയിട്ടാണ് നടക്കണേ. മനസ്സിലായോ? വിജയൊക്കെ തമിഴ്നാടെ രക്ഷിക്കാറുള്ളൂ. ഇത് എർത്തിനൊക്കെ രക്ഷിക്കണം. അല്ല ഈ ഡോൺ എന്ന് പറയുമ്പോൾ അതിലേക്ക് പുള്ളി ആൾക്കാരെ കാശാക്കുന്നത് എങ്ങനെയാ? അങ്ങനത്തെ ഡോൺ ഒരു എന്ന് ഡോൺ പറയുമ്പോൾ പുള്ളി അതിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ടോ? അതോ ഡോൺ ആണ്? കാശാനായത് എങ്ങനെയാണെന്ന് ഈ ഒരു പടത്തിൽ കാണിക്കുന്നില്ല. ഡോണിലുപരി അപ്പൊ നമുക്ക് അതിനകത്തൊരു സീൻ ഉണ്ട്, അതിന് സ്പോയിലേഴ്സ് കാണിക്കും ഉണ്ട് കേട്ടോ. പുള്ളിയുടെ. എല്ലാവർക്കും ഒരു വാർണിംഗ് ആണ്, സ്പോയിലേഴ്സ് ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ കാണാം. അതായത് ഒരു സീൻ ഉണ്ട്, ഹെലികോപ്റ്ററിന്റെ ഒരു സീൻ ഉണ്ട്. ഓ കണ്ടിട്ടുണ്ടല്ലോ, ഞാനിങ്ങനെ ആലോചിച്ചു ഡോണോ ഇതെന്തോ ആർമിയൊക്കെ വരുന്ന പോലെയാ. പുള്ളി 3 എന്നിട്ട് ഒരു കുഞ്ഞേ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു 10 ആൾ ഇറങ്ങി വരും. പക്ഷെ പുള്ളി മേഴ്സണറി ഒക്കെ ഉള്ള ഒരാളാ. ആ. ഹെലികോപ്റ്റർ ഒക്കെ വെച്ച് അങ്ങനെയാണല്ലോ ഫസ്റ്റിലും കാണിക്കണം. പുള്ളി ഇപ്പം അതായത് അല്ല ഞാൻ ചോദിക്കുന്നത് പുള്ളി അതെ, നന്മയ്ക്ക് നടക്കുമ്പോ വേണ്ടി അതോ ചെറിയ തിന്മ ആ സീനാണോ പുള്ളി? അങ്ങനെയല്ല, പുള്ളി ലോകം മൊത്തം ഡ്രഗ്സ് നിർത്താനുള്ള ഒരു സംഭവമാണ്. ഡ്രഗ്സ് നിർത്താൻ ഡ്രഗ്സ് വേണ്ടത്. മോശമാണ്, ബാക്കി എല്ലാ ഞാൻ കച്ചവടത്തിനും. ചോദിക്കട്ടെ, ഈ മേഴ്സണറീസിനെ സപ്ലൈ ചെയ്യുന്നത് ഈ ഡ്രഗ് കാർട്ടൽസിനൊക്കെ വേണ്ടിയായിരിക്കുമല്ലോ, അല്ല? ആ അങ്ങനെയല്ല. അതാണ് അത് അതാണ് ഇവരുടെ ലക്ഷ്യമേ മെർസനറീസിന് ഉപയോഗിക്കുന്ന ലോകം രക്ഷിക്കാനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മെർസനറി ആയിട്ട് കൂട്ടാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയേണ്ടത്. അത് പുള്ളിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം മെഴ്സണറി. അവർക്ക് വേറെ ഡ്രഗ് കാർട്ടിൽ കളിക്കാനുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടുന്നില്ല. ഇത് മെർസനറിയുടെ അർത്ഥം അതല്ല. മെർസനറി എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂലിക്ക് വേണ്ടി തല്ലാൻ പോണ ആൾ, അല്ലെങ്കിൽ കൂലിക്ക് വേണ്ടി സോൾജർ ആയി പോകുന്ന ആളാണ് മെർസനറി. അപ്പൊ പക്ഷെ ഇവിടെ ഇവര് ആർക്കാണ് കൂലിക്ക് വേണ്ടി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു അതിലൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കാണുമായിരിക്കുന്നു. പുള്ളി കൂടുതൽ ഇതിനകത്ത് രക്ഷിക്കലാണ്. എന്തൊക്കെ സയ്യിദ് ഡ്രഗ്സ് ആന്ന് മസൂദിനെ വരെ പറയുന്നുണ്ടോ? രക്ഷിച്ചതാണ് എവിടുന്നോ. അങ്ങനെ സയ്യിദ് മസൂദ് വേറെ ആൾക്കാരെ രക്ഷിക്കും. ഇതൊരു ചെയിനാണ്, ഒരു മണി ചെയിൻ പോലെ. എന്തൊക്കെ ഡ്രഗ്സ് ആന്ന് പറയുന്നുണ്ടോ? അതോ ഡ്രഗ്സ് അങ്ങനെയാണോ? എന്തൊക്കെ ഡ്രഗ്സ് ആന്ന് പറയുന്നുണ്ടോ? എന്തൊക്കെ ഞാൻ ആക്ച്വലി ശ്രദ്ധിച്ചില്ല. ഒന്നുമില്ല, ഒരു സ്ഥലത്ത് മാത്രം ഡ്രഗ്സിനെ എതിർക്കുന്നവർ കാണിക്കുന്നുള്ളൂ. അത് മാത്രം കാണിക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അതാണ് ഇവര് മെയിൻ. ഡ്രഗ്സ് അല്ലല്ലോ, പിന്നെ എന്തോ മറ്റേ സ്പൈസീനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് അതിന് അവിടെ കുറെ അങ്ങനെ കാണിച്ചില്ല. പിന്നെ അത് മാത്രല്ല, പിന്നെ കുറെ ഫോറിൻ പൃഥ്വിരാജിന്റെ ആൾക്കാരും ഫോറിൻ ഞാൻ വിചാരിച്ചത് ഖുറേഷി അബ്രാമും പുള്ളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഒരു പുതിയ സ്ഥലം കാണിക്കാൻ വിചാരിച്ചു. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ കേരളത്തിലെ ഒരു ചായക്കട, അതവര് കാണിക്കും കൊല്ലം ചായക്കട, അങ്ങനെയൊക്കെ കാണിക്കാം. കാണിക്കും ഇങ്ങനെ. സമയം കളണ്ടല്ലോ, കുറെ രാജ്യങ്ങൾ പോകാനല്ലേ. അത് കഴിഞ്ഞിട്ട് പുറത്ത് സ്പേസിലേക്ക് പോകും. സ്പേസിലേക്ക് പോയിട്ട് അവിടെ എന്തോ 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 ISS ചൈന സ്പൈസ് സാറ്റലൈറ്റ് രണ്ട് മറ്റേ കൊട്ടേഷൻ ഒക്കെ ഇട്ടിട്ടാണ് അതിനകത്ത് ചെയ്യണം. ഞാൻ ഇതിന്റെയൊക്കെ ആവശ്യം എന്താന്ന് നമുക്ക് തോന്നിപ്പോ. പിന്നെ അത് മാത്രല്ല, എന്റെ പിന്നെ ഓരോ 15 മിനിറ്റിലും പുതിയ സ്ഥലം കാണാം. 15 മിനിറ്റ് വേൾഡ് ബിൽഡിംഗ് ഒക്കെ ഭയങ്കര ഷോക്കാണോ മൊത്തത്തില്? അയ്യോ, വേൾഡ് ബിൽഡിംഗേ ഉള്ളു. ഭയങ്കര ഷോക്കാണ്. വെറുതെ ചുമ്മാ ഇട്ട് തന്ന പോലെ ആയിരിക്കും അല്ലെ. 3 മണിക്കൂർ കൊണ്ട് എന്നാ പിടിച്ചു വന്നോണ്ട് ഇന്ത്യ ഇറ്റലി വേൾഡ് ബിൽഡിംഗ് ഏകദേശം മൊത്തത്തില്. ഇപ്പൊ നമ്മള് വൺ പീസ് ഒക്കെ കാണുമ്പോ പയ്യെ നമ്മൾ ആ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ കണ്ട് അറിഞ്ഞറിഞ്ഞ് വേൾഡ് ബിൽഡിംഗ് വേൾഡിനെ ബിൽഡ് ചെയ്യണതാണ്. ഇത് സമയമൊന്നും ഉണ്ടാവില്ല. പടപടയെന്ന് 2.5 മണിക്കൂറൊക്കെ ഉള്ളൂ. അതിന്റെ ഇടയിൽ സ്റ്റീഫനെ കുറിച്ച് പറയണം. അങ്ങനെ കൊറേ സ്ഥലത്തൊക്കെ ഞാൻ വിചാരിച്ച അബ്രാം ഖുറേഷി സ്റ്റീഫൻ നെടുമ്പള്ളി മാത്രം ഉണ്ടാവുന്ന. സയ്യിദ് മസൂദും കൂടെ വരുവാണെങ്കിൽ ഈ പടത്തിന് സമയമില്ല. പിന്നെ MI6ന്റെ ഒരു സ്റ്റോറി ഉണ്ട് ഒരു സൈഡിൽ കൂടെ. അവരെ കാണിക്കുന്ന ഷോട്ടൊക്കെ ഫുൾ ഒരു ഫോറിൻ, ഒരു ഹോളിവുഡ് സ്റ്റൈലാണ്. കാരണം ഹോളിവുഡ് സ്റ്റൈൽ കേരളത്തിലേക്ക് വരുമ്പോഴാണ് അതിലെനിക്ക് ഫീൽ ചെയ്ത ഈ ആക്ടേഴ്സ് മൊത്തം ഇല്ലേ, ആക്ടേഴ്സ് പുറത്തുള്ള ആക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ഫീലാണ്. മനസ്സിലായോ? ഹോളിവുഡ് ലുക്കാണ്, ലുക്കൊക്കെ ഒരു ഹോളിവുഡ് ലുക്കാണ്. ആർട്ടിഫിഷ്യൽ ആയിരിക്കും അല്ലേ?
ഭയങ്കര അഭിനയമൊക്കെ ഭയങ്കര അങ്ങനെ artificial ആണ്. അങ്ങനെ തോന്നിയോ? എനിക്ക് ഹോളിവുഡിൽ feel അച്ഛൻ വരൂലെന്നാണോ? ഞാൻ മിനിഞ്ഞാന്ന് എന്റെ അനിയത്തിയൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്നോട് AI ആണോന്നാ ചോദിച്ചത്. ആ കാരണം നമ്മളിപ്പോ അങ്ങനെ ചിലവരൊക്കെ ഈ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇല്ലേ, ആ, അതിനകത്തൊരു അത് പെണ്ണൊക്കെ ഉണ്ട് അതിവിടെ ഉണ്ട്. ഞാൻ ഇന്നാലും ഇവിടെ MI6 ഒരു ഏഹ്? സീരീസ് പക്ഷെ കാണുന്നിരുന്നു. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിന്റെ അകത്തുള്ള ആള് അത്യാവശ്യം അതെനിക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തില്ല. അല്ല പുള്ളി അത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരാളായിരിക്കുമല്ലോ. അതെ, ഞാനിവിടെ ഒരു വലിയ ഫേമസ് ആയ സീരീസ് ഇന്നാൾ ഇവർ ഏതോ കണ്ടു, ഞാൻ പേര് പറഞ്ഞു, ഏതോ വാമ്പ്യാറിന്റെ ഒരു സാധനം ഞാൻ കണ്ടിട്ട് എനിക്കിങ്ങനെ ഏതോ ഹോളിവുഡ് സീരീസാ, എന്ത് ശോകാഭിനയാണോ എനിക്കിത് കണ്ട് നമ്മളിപ്പോ അങ്ങനെ കുറെ ആയാലും ഇങ്ങനത്തെ സാധനങ്ങൾ കാണാതായിട്ട്. അല്ലെ നമ്മളിപ്പം കുറച്ചുകൂടി തപ്പി പോകുന്നതുകൊണ്ട് നല്ല സാധനം തപ്പിയില്ല നമ്മൾ സിനിമകൾ കാണുള്ളൂ, അല്ലെങ്കിൽ നല്ല സീരീസ് അല്ലേ കാണുള്ളൂ. ഇപ്പൊ പണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ കണ്ടോണ്ടിരുന്നത്. കഷ്ടപ്പെട്ട് ഏത് സീരീസ് ആയാലും ഇരുന്ന് കാണാം. പക്ഷെ ഇത് നമ്മള് മലയാളത്തിന്റെ ഒരു ഇതെന്താണേലും ഇത് കണ്ടതിൽ എനിക്കൊരു ഇതില്ല. അതായത് മലയാളത്തിൽ നിന്ന് ഒരു മൂവി അങ്ങനെ ഒരു ഇത് വരുമ്പോ എന്തായാലും നമ്മൾ കണ്ടിരിക്കണം. അതിപ്പോ എന്നിട്ട് നമ്മൾ സ്വയം കണ്ട് വിലയിരുത്തണം. പക്ഷെ ഞാൻ പറയട്ടോ, സമയം പോയത് അറിഞ്ഞില്ല. അതാണ് എന്റെ ഒരു അതായത് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അതായത് ഇങ്ങനെ ഒരു മേക്കല്ലേ. ഇപ്പൊ ഒരാൾ ഇപ്പൊ പുള്ളിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഒരു ടീമിന്റെ ഒരു ഇതില്, അങ്ങനത്തെ ഒരു ഇത് വരുമ്പോ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. ആൾക്കാർക്ക് പല അഭിപ്രായമായിരിക്കും, ഇഷ്ടപ്പെട്ടവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഞാൻ കണ്ടിരിക്കുന്ന ലെവൽ ഓഫ് സിനിമ ആയിരിക്കില്ല ഇപ്പൊ അഭിജിത്താണ് അല്ലെങ്കിൽ റോഷൻ കണ്ടിട്ടുണ്ടാവും. ഓരോരുത്തർക്കും അത് കാണുമ്പോ ഓ ഇത് അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് തോന്നിയിരിക്കും. ചിലർക്ക് സ്റ്റോറി റോഷനെ ഏത് ഭാഗമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇഷ്ടപ്പെട്ടു മൂവിന്റെ മേക്കിങ്ങും അതായത് അതിന്റെ മ്യൂസിക്കും ഒക്കെ. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ള മ്യൂസിക്കും പിന്നെ ലാസ്റ്റിലെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഒന്ന് ബെറ്റർ ചെയ്യായിരുന്നു. സ്റ്റാർട്ടിങ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ഇതാണ്. പിന്നെ അതിന്റെ ഒരു എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ആൾക്കാർ പ്രതീക്ഷിച്ചു പോണത് ഖുറൈഷി അബ്രാമിന്റെ ഒരു മറ്റൊരു മുഖം. അപ്പൊ അവിടുത്തെ ഒരുപാട് സ്റ്റോറീസും ഒരു ഇമ്പാക്ട്ഫുൾ കാര്യങ്ങൾ ചെയ്യണതൊക്കെ കാണിക്കാനാണ്. അപ്പൊ ആ ഏരിയയിൽ കാണിച്ചപ്പം അത്ര ഒരു മാസമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചില്ല ആ ഒരു ഏരിയ. പക്ഷെ വീണ്ടും സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്ക് വരുമ്പം അതൊരു പ്രോപ്പർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതിനകത്തുകൊണ്ട്. നമ്മള് ടോപ്പിക്ക് നമ്മുടെ സിനിമയെ കുറിച്ച് ജസ്റ്റ് ഒരു ഓർമ്മ ഉദ്ദേശിച്ചു. നമുക്ക് ഇപ്പോൾ ഉള്ള സോഷ്യലി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് കളക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ പറയൂ. എന്തായാലും പടം ഹിറ്റ് ആണോ അല്ലയോ തീരുമാനിക്കുന്നതിന് ബഡ്ജറ്റ്, കളക്ഷൻ, അതിനെ കുറിച്ചൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. അതായത് ഓവറോൾ നമ്മളിപ്പോ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഓവറോൾ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. മേ ബി അതല്ലാത്ത ആൾക്കാരും ഉണ്ടായേക്കാം. ഇനി കളക്ഷൻ പെർസ്പെക്റ്റീവ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗംഭീര കളക്ഷൻസ് ആണ് കാണിക്കുന്നത് മലയാള സിനിമേന്റെ അകത്ത് സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഞാൻ അറിയുന്നത്, എനിക്ക് ഒഫീഷ്യലായിട്ട് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു, 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 50 കോടി കളക്ട് ചെയ്തു എന്നാണ് അറിയാൻ പറ്റുന്നത്. ഓവർസീസ് 100 crores കളക്ട് ചെയ്തു. അങ്ങനെ ടോട്ടൽ ഒരു 200 crores അടുത്ത് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമ്മള് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏകദേശം ബഡ്ജറ്റ് കവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള കളക്ഷൻസ് ആയി. കളക്ഷൻ ഒക്കെ ഇപ്പൊ ഒരു ട്രൂത്ത് മീൻസ് അതൊക്കെ ഒരു പ്രോപ്പർ സോഴ്സ് ഒന്നും ആണോ? ഇപ്പൊ 200 crores ഒക്കെ മീൻസ് ഞാൻ അത് നമുക്ക് പ്രോപ്പർ സോഴ്സ് ആണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം. ഇപ്പൊ എല്ലാ മാസവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അടുത്ത മാസം കേരളത്തിലെ കണക്കറിയാം. ബാക്കി ഓവർസീസ് മാത്രമേ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി ബഡ്ജറ്റ് അവർ വിടുന്നുണ്ട്. പക്ഷെ ബഡ്ജറ്റ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. പല ബഡ്ജറ്റ് അല്ല, ഒരു 150 കോടി റേഞ്ച് ഒക്കെ ഉണ്ടാവൂലേ. അതിന്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ ഉണ്ട് നിൽക്കുന്ന കാര്യം പറയാതെ പടത്തിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ചുമ്മാ ഇപ്പൊ CGI ഉണ്ടോന്ന് തന്നെ എനിക്ക് ചില ആ ഹെലികോപ്റ്റർ സീനൊക്കെ CGI ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അല്ല എനിക്കറിയില്ല. അപ്പൊ ഐ മീൻ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ തന്നെ ഒരു സക്സസ് ആയിട്ടാണ് അത് കാണണ്ടേ. അതായത് CGI ആണോ എന്നൊക്കെ ഡൗട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് CGI ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പടത്തിന്റെ മേക്കിങ്ങില് വെൽ സ്പെൻഡ് ആണ്, കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കാശ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മലയാളത്തിലെ ഒരു ഹയസ്റ്റ് ഗ്രോസറിലോട്ടാണ് പടം പോകുന്നത്. അതായത് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തതും കേരളത്തിന് പുറത്ത് കളക്ട് ചെയ്ത് നോക്കിയാലും മൊത്തത്തില് വലുതാവുന്നു. മൊത്തത്തില് തമിഴ്നാട്ടിലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഞാൻ വീരധീര സുവർണം കണ്ടതാ. അത് എനിക്ക് ആക്ച്വലി ഒരു പകുതി സിനിമയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു. എന്റെ അമ്മ ഒരു പ്രാവശ്യം ഉറങ്ങിപ്പോയി.
അച്ഛനായിരിക്കും സെക്കൻഡ് ഹാഫിൽ അങ്ങനെയാണോ? അങ്ങനെ ഒരു പ്രോബ്ലം ഞങ്ങൾക്ക് എമ്പുരാൻ കണ്ടപ്പോ ഉണ്ടായില്ല. മനസ്സിലായോ? അതെ, പക്ഷെ തമിഴ്നാടിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് വരുന്നത് തെലുങ്കിന്നാണ്. മലയാളം തെലുങ്കിലല്ലേ വേർഷൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിംഗ്. ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യുന്നത് തെലുങ്ക് വേർഷനാണ്. അവിടെ ഇറ്റാന്ന് തോന്നുന്നു. അതെ, അതായത് ഇതിന്റെ അവസാനത്തേക്കൊക്കെ ഒരു തെലുങ്ക് പടം പോലെ തന്നെ ഉണ്ടല്ലോ. അയ്യോ, ഇത് അവസാനത്തെ fight ഒക്കെ എത്തുന്ന അവസാനം സമയത്തേക്ക്. ഒരു ഈ മറ്റേ ഗോത്ര റൈറ്റ്സിലത്തേക്ക് ഒരു ഓർക്കസ്ട്രേറ്റർ പോലത്തെ ഒരു മച്ചാനുണ്ട്. പുള്ളിനൊരു കൊല്ലുന്ന സീൻ ഉണ്ട്. പുള്ളിയുടെ ആ സീൻ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്ന പ്രേമത്തില് അൽഫോൻസ് സൂത്രനെ അവർ അടിക്കൂലേ, അവര് ചോദിക്കില്ലേ നിങ്ങളൊക്കെ എന്തിനാ, നിങ്ങളൊക്കെ ആ എനിക്കും തോന്നി, അല്ലാണ്ട് ചുമ്മാ എന്നെ വന്ന് അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ. പുള്ളിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അവൻ അവസാനം ചോദിക്കും. പുള്ളി ഞങ്ങൾ വിചാരിക്കും ഇപ്പൊ ചോദിക്കൂലായിരിക്കും, അപ്പൊ അതിനു മുമ്പ് കൊല്ലായിരിക്കും. പുള്ളി ചോദിക്കും, 2 പേര് പറഞ്ഞു കൊടുക്കും. എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് മനസ്സിലായെന്താരാണ്. അതെ അതെ, എന്നിട്ട് പുള്ളി പക്ഷേ ഹിന്ദിയിലാണോ ഇത് പറയണേ? ഒരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പൊ കേരളത്തിൽ ഈ സിനിമ കാരണം ഉണ്ടായിട്ടുള്ളത്. അതെ, അങ്ങനത്തെ ഒരു അതെ അതെ, സിറ്റുവേഷൻ ഞാനിത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ആ ഇത് സെൻസർ ബോർഡ് ഇവരെടുത്ത് കട്ട് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഇപ്പം ഗവൺമെന്റ് ഇവരെടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടില്ല. ഇവര് സ്വമേധയാ കട്ട് ചെയ്യാണ്. അത് ഒരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കേരളത്തിൽ ഇന്നേ വരെ ഒരു സിനിമയിലും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. കാരണം സെൻസർ ബോർഡ് പക്ഷെ ഓൾറെഡി കുറച്ച് സ്കേറി ഫോക്സ് ആണ് മീൻസ് ഇന്ത്യയിലുള്ളത്. ആരെന്താ എങ്ങനെ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇമോഷണലി അല്ല, ഞാൻ ചെയ്യാൻ ഡൗട്ട് പറ്റില്ല. ചോദിക്കട്ടെ, ഈ കട്ട് ചെയ്യാ എന്ന് ഉദ്ദേശിച്ചത് പക്ഷെ അതൊരു പല മാർക്കറ്റിംഗ് ലാംഗ്വേജിലുണ്ടല്ലോ, ആണോ? പല ലാംഗ്വേജിൽ ഇറങ്ങുന്നുണ്ടല്ലോ. അതായത് അതായത് കട്ട് ചെയ്തു, മലയാളത്തിൽ അപ്പൊ ഒരു കട്ട് ചെയ്യും, കോൺട്രവേഴ്സി മലയാളത്തിലും ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ there is no such thing as bad press എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇനി അത് ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക് ആണെങ്കിലും, കാരണം ആരും പറഞ്ഞിട്ടില്ല കട്ട് ചെയ്യാൻ. ഇവര് ചുമ്മാ കട്ട് ചെയ്യുന്ന പേടിയാന്ന് പറയുന്നു. പടത്തിനൊരു അങ്ങനെ എനിക്ക് ചെറുതായിട്ട് തോന്നുന്നില്ല. ഒരു മോശം അഭിപ്രായം അങ്ങനെ വന്നല്ലോ, എനിക്ക് അപ്പൊ അതിനെ തോന്നുന്നില്ല. ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടോപ്പിക് ഇട്ട് കൊടുക്കുന്ന ആവാട്ടോ. അല്ല, ഞാൻ ചോദിക്കുന്ന അല്ല 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 അല്ല, അങ്ങനെ പക്ഷെ അങ്ങനെയൊന്നും കട്ട് അല്ല, ചെയ്യുമായിരിക്കും. അങ്ങനെയൊന്നും അല്ല. അങ്ങനെ പറഞ്ഞു അല്ല, കഴിഞ്ഞാൽ കട്ട് പ്രശ്നമൊന്നുമില്ല. ചെയ്യുമായിരിക്കും. ഇത് കുറച്ച് മലയാളത്തിലും അതിനു കട്ട് ചെയ്യുന്നുണ്ടോ, അതോ ബാക്കി ലാംഗ്വേജുകളിലും മാത്രം, ബാക്കി സ്ഥലത്തോട്ടൊക്കെ എല്ലാ ലാംഗ്വേജുകളിലും കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ലാംഗ്വേജിലും കട്ട് ചെയ്യണമല്ലോ. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഇതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിനാരിയോസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. ഇപ്പം ഗുജറാത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത്. അത് ബയാസ്ഡ് ആയിട്ട് കാണിച്ചു എന്നാണ് RSS ക്ലെയിം ചെയ്യുന്നത്. അപ്പം അവര് അതിനെ പറ്റി പറയുന്നുണ്ട്. ക്ലെയിം ചെയ്ത് ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഞാൻ കാണാത്തോണ്ടാണ്. ഈ ഗുജറാത്ത് കലാപം, അതിനുശേഷം ആദ്യം ട്രെയിൻ കത്തിക്കുന്ന ഗുജറാത്ത്, ഇത് RSS അല്ലെങ്കിൽ BJP ആണ് എന്നുള്ള രീതിയിലുള്ള ഇതാണോ കാണിക്കുന്നത്? അങ്ങനെയല്ല, കൊടിയാണ് ട്രെയിൻ അവരുടെ. കത്തിച്ചത് ആരാണ്? സ്വന്തമായിട്ട് ട്രെയിൻ പറയാം. കത്തിച്ചത് ഒരു ഓറഞ്ച് കളർ പൊടി, ഇത് അങ്ങനെ അങ്ങനെ നമ്മുടെ പഴയ പ്രോപ്പർ നെയിം ഇന്ത്യയിലത് കാണിക്കൂലല്ലോ. ട്രെയിൻ കത്തിക്കുന്നത് കാണിക്കുന്നുണ്ട്. വൺ സൈഡഡ് ആയിട്ടാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് എന്തുകൊണ്ട് ഗുജറാത്ത് കലാപം ഉണ്ടായി എന്നുള്ള സാധനം സിനിമയിൽ കാണിക്കുന്നില്ല. പകരം ആ കലാപം ഉണ്ടായതിനു ശേഷം ഹിന്ദു വേഷധാരികളായിട്ടുള്ള ആൾക്കാർ മുസ്ലിം വേഷധാരികളായിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം വൺ സൈഡഡ് ആയിട്ട് കാണിച്ചു എന്നുള്ളതാണ് ഇവര് പറയുന്ന കാര്യം. അപ്പൊ ഇതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റും. കാരണം ഇതൊരു ആർട്ട് ഫോം ആണ്. ഇതിന്റെ അകത്ത് ഇപ്പം എനിക്ക് തോന്നുന്നില്ല ആദ്യമായിട്ട് ഇതിന്റെ അകത്ത് ഗുജറാത്ത് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഈ ട്രെയിനില്ലേ നമ്മുടെ കത്തി ട്രെയിൻ, എന്ത് ട്രെയിൻ ആയിരുന്നു, ഗോദാവരി എന്തായിരുന്നു ഈ ട്രെയിനില്ലേ, ട്രെയിനിന്റെ പേരൊന്നും അറിയില്ല. അങ്ങനത്തെ സംഭവമില്ലേ, ഇത് മുസ്ലിംസ് ആണ് ചെയ്തത്, അതായത് ചെയ്ത ആൾക്കാർ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഞാൻ മറന്നു അതിനെ കുറിച്ച്. അയോധ്യയിൽ നിന്ന് വന്ന ട്രെയിൻ കത്തിച്ചത് ട്രെയിൻ കത്തിന്നുള്ളു, അല്ല ആരാ കത്തിച്ച് അതിന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടത് പ്രകാരം, അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഫുഡ് കുക്ക് ചെയ്യുമ്പോ അങ്ങോട്ട് തീ പിടിച്ച കണ്ടാണെന്നാണ് ഞാനിവിടെ. അങ്ങനെ പല റിപ്പോർട്ട്സ് ഉണ്ടാ. അതായത് 3-4 ആദ്യം എന്താ പറയാ BJP ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം UPA ഗവൺമെന്റ് വന്ന സമയത്ത് UPA ഗവൺമെന്റ് വേറൊരു കമ്മീഷനെ ആക്കിയിട്ട് അത് വെച്ചിട്ട് വേറൊരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതൊക്കെ ബയാസ്ഡ്, ഇത് ഒന്ന് അവർ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ ബയാസ്ഡ് ആയിട്ടാണ്, മറ്റേ സൈഡിൽ കാണിക്കുന്ന സമയത്ത് മറ്റേ സൈഡിൽ ബയാസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിന്റെ അകത്ത് ഒരുപാട് പറയാതെ വലിയ രീതിയിലുള്ള പൊളിറ്റിക്സ് പറയേണ്ടി വരും. പക്ഷെ ഇതിനകത്തൊന്നും നമുക്ക് തെളിവുകളില്ല. കാരണം എനിക്കറിയില്ല അതിന്റെ റിയൽ ആയിട്ടുള്ള റീസൺ. ഞാനും ബയസ്ഡ് ആയിട്ടുള്ള മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാൻ ചുമ്മാ വിക്കിപീഡിയയിൽ അടിച്ചു നോക്കുമ്പോ ആരാണ് റെസ്പോൺസിബിൾ എന്ന് കാണിക്കുമ്പോ ആദ്യം തന്നെ ഒരു പേര് വരുന്നത് ഹുസൈൻ ഉമർജി എന്ന് പറഞ്ഞ ഒരാളാണ്. അതർ നെയിംസ് മൗലവി ഹുസൈൻ മൗലവി ഉമർജി.
known for accused of masterminding the Godhra train burning which killed 60 Hindu pilgrims. പക്ഷെ അത് Returning from Ayodhya. ഇതാണ് അത് accused ആണ് കേട്ടോ. അതാ പറഞ്ഞത് Cause of the fire disputed ആണെന്നാണ്. ഇതൊരു കേസൊക്കെ ഉണ്ടാവൂലേ, അപ്പൊ അതിന്റെ വിധി ഇങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ചരിത്രത്തിന്റെ അകത്ത് സംഭവിച്ച എന്താന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അതാണ് എന്ന് പോലും പറയുന്നില്ല. പക്ഷെ ആ ടോപ്പിക്കാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരും മനസ്സിലാവും ഇതാണ് ഇവര് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സാധനം. അപ്പം അത് ഒരു സിനിമയെ കാണിക്കാൻ പാടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതെ, ബയാസ്ഡ് ആണെങ്കിൽ പോലും ഈ സീൻസ് ഒക്കെ എന്തിനാണ് വരുന്നത്? വില്ലന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നതാണോ അതോ വില്ലന്റെ ബാക്ക് സ്റ്റോറി അല്ല, സൈദിന്റെ ബാക്ക് സ്റ്റോറിയാണ്. അതെ, സൈദ് എങ്ങനെയാണ് വില്ലനെ കാണിക്കാൻ വേണ്ടിട്ട് റിലേറ്റ് ഇതിന്റെ വിക്ടിമാണ്. ഈ ഗുജറാത്ത് റയറ്റിന്റെ അകത്തുള്ള ഒരു വിക്ടിമാണ് സൈദിന്റെ കുട്ടിക്കാലം. അപ്പം പുള്ളിന്റെ ഫാമിലിന്റെ വില്ലന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെയാണ് ഏകദേശം. വില്ലനാണ് ഇവരുടെ ഫാമിലിനെ ചെയ്തത്. മനസ്സിലായി ഡയറക്ട്ലി. ഒരു വെടിക്ക് രണ്ട് പക്ഷി, സമയം ലാഭിക്കാൻ പിന്നെ ഇതിനകത്ത് കുറെ നമ്മളൊക്കെ പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളെ വില്ലനാക്കാൻ വേണ്ടി ഇത് ഒരു സാധനം ഈ പ്ലോട്ട് ഡിവൈസ് ഉപയോഗിക്കുന്ന പോലെയാണ്, മനസ്സിലായോ? അതായത് ഇപ്പൊ അതിനകത്ത് കുറെ പേരെ കൊല്ലുന്ന സീനും പിന്നെ ഏതൊരു ആൾക്കാരെയൊക്കെ പീഡിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ട് അതിനകത്ത്. അതായത് ഒരാളുടെ ഒരു ഈസി വേ ടു മേക്ക് എ ക്രിമിനൽ, അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ ഉള്ളിൽ ഓഡിയൻസിന്റെ ഉള്ളിൽ ഹേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്ത ടൂൾ പോലെ എനിക്ക് ഫീൽ ചെയ്തോ. ഒരു നോട്ട് എന്ന് വേണമെങ്കിൽ പറയാ. ഈ പടമായിട്ട് എന്തല്ല ഈ നിങ്ങൾ ആരും കൈപ്പോച്ച എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ കൈപ്പോച്ച എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലെ കഥയൊക്കെ വരാണ്. ട്രെയിൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്, അതിനുശേഷം അവിടെ ഗുജറാത്ത് കലാപം നടക്കുന്നുണ്ട്. ആരാണ് പൊട്ടിത്തെറിച്ചതെന്നൊന്നും അതിന്റെ അകത്ത് പറയുന്നൊന്നുമില്ല. അല്ലെ, പടത്തിൽ പറയുന്നില്ല എന്ന് എന്റെ ഓർമ്മ. അതിന്റെ അകത്ത് കൈപ്പോച്ചയിൽ അങ്ങനെ ഉണ്ടോ? കൈപ്പോച്ച മറ്റേ ചേതമ്പകത്തിന്റെ 3 Mistakes of My Life അല്ല, 3 Mistakes of My Life സിനിമയാണ് കൈപ്പോച്ച. അല്ലല്ല, കൈപ്പോച്ചയുടെ മറ്റേ 3 പേരുള്ള ക്രിക്കറ്റ് കളിക്കണേ ഒരുത്തൻ. അതാ 3 Mistakes of My Life. 3 Mistakes of My Life കൈപ്പോച്ച ഉണ്ടാക്കിയത്. 3 Mistakes of Life മറ്റേ അല്ലേ? ഓക്കെ, അതന്നെ. അപ്പം അതിന്റെ അകത്ത് പക്ഷെ ഈ ട്രെയിൻ പൊട്ടിത്തെറിച്ചിട്ട് കലാപം നടക്കുന്നതും മുസ്ലിംസിനെ പിന്നെ അവനെ സേവ് ചെയ്യാൻ പോകുന്ന കേട്ടാ കൊല്ലുന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിന്റെ അകത്ത് അന്നേരം ഇങ്ങനത്തെ ഒരു വിവാദം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്തുകൊണ്ടാവാം, ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അതല്ല നമ്മുടെ ഉണ്ടായില്ലേന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇങ്ങനെ ഒരു ടോപ്പിക് ആയിരുന്നില്ല ചർച്ചക്ക്. കേക്കണ്ടല്ലേ? അതോ ഇപ്പൊ BJP സ്ട്രോങ് ആയതുകൊണ്ട് വരുന്നതാണോ ഈ വിവാദം എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്ത് ഇപ്പോഴത്തെ BJP സ്ട്രോങ് ആയതുകൊണ്ട് വരുന്നതാണോ ഈ വിവാദം എന്നാണ്. അതിപ്പോ ഹേറാം ഇറങ്ങിയത് BJP പവറിലുള്ളപ്പോ തന്നെയാണ്. കമൽഹാസന്റെ ഹേറാം, അതിലൊരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഹേറാം ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ ഗോഡ്സേന്റെ ഇതിറങ്ങിയിരുന്നു, ഗോഡ്സേന്റെ ഒരു നാടകം അങ്ങനെ എന്താണ്ട് മുംബൈയിൽ ഇറങ്ങിയ സമയത്ത് അത് ബാൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട 3-4 ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഗാന്ധിയുടെ വധം വരുന്ന സമയത്ത് വിരൽ ചൂണ്ടപ്പെടുന്നത് എങ്ങോട്ടാണ്? BJPയുടെ അകത്തേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. 2 ഗുജറാത്ത് റായട്ട് വരുന്ന സമയത്ത് അതിന്റെ അകത്ത് വിരൽ ചൂണ്ടപ്പെടുന്നത് എങ്ങോട്ടാണ്? ഈ സെയിം BJPന്റെ അകത്തേക്ക് തന്നെയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് 10-22 കൊല്ലായി. അപ്പം ഈ 22 കൊല്ലം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇത് മറന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറ ഇപ്പം അതിനുശേഷം 2002 ജനിച്ച ആൾക്കാർക്ക് ഇപ്പം 23 വയസ്സായി. കണ്ടിട്ടില്ല, ഈ ഒരു സാധനം അറിഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു സിനിമ വന്നത് അതിനെപ്പറ്റി അറിയാനും അതിനെപ്പറ്റി പഠിക്കാനും ഉള്ള ഒരു അവസരമാണ് ശരിക്കും സൃഷ്ടിച്ചിട്ടുള്ളത് ആൾക്കാർക്ക്. അപ്പം അത് അന്വേഷിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തപ്പിപ്പോയി കണ്ടുപിടിക്കാം. വേണമെങ്കിൽ വേറെ എന്തൊക്കെ ടോപ്പിക് എടുക്കാം, ഇതന്നെ എടുക്കണമെന്നില്ലല്ലോ. പിന്നെ അല്ല, ഇതിനെ കുറിച്ച് കമന്ററി പറയണമെന്ന് പറഞ്ഞത് എന്തൊക്കെ സാഹചര്യത്തിൽ നിന്ന് ആ വില്ലൻ ഉണ്ടാക്കാം. ഇതിപ്പോ നമ്മള് ഇപ്പോഴത്തെ റെലവെന്റ് ആയ ഒരു കാര്യത്തിനെ കുറിച്ച് ടോപ്പിക് എടുത്തിട്ടാണല്ലോ ഈ കഥ എഴുതുന്ന ആളും ഈ ഇതിന്റെ സംവിധായകനും അതിന്റെ പ്രൊഡ്യൂസറൊക്കെ ഇത്
ഈ ഒരു ഇന്റൻഷനോട് കൂടിയല്ലേ എടുക്കുന്നത്. ടോപ്പിക് അല്ലേ, മെജോറിറ്റോറിയൻ പൊളിറ്റിക്സിനല്ലേ കാണിക്കുന്നത്. എങ്ങനെയാണ് ഈ മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് ഇന്ത്യയിലേക്ക് റൂട്ട് ചെയ്തത് എന്നുള്ളതിന്റെ ഒരു കോസ് ആയിട്ടാണ് ഇവരിത് കാണിക്കുന്നത്. അപ്പോട്ടെ, അതെന്തെങ്കിലും നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഈ പടത്തില് ഡയറക്ടർ എന്ന് പറഞ്ഞ ആള് പൃഥ്വിരാജ്, പുള്ളി സോഷ്യലി കുറെ ഇടപെടുന്ന ആളാണ്, പൊളിറ്റിക്കലി ഇടപെടുന്ന ആളാണ്. മുരളി ഗോപിയും കുറെ പൊളിറ്റിക്കലി വോയിസ് ഉള്ള ആളാണ്, ഇതിനകത്തൊക്കെ ഇടപെടുന്ന ആളാണ്. അപ്പൊ ഇവര് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എഴുതി വെക്കുമ്പോ ഇങ്ങനെ ആവൂല എന്നും പബ്ലിക്കിന്റെ റെസ്പോൺസ് അല്ല, ഇതേപോലെയാണല്ലോ ഇവർ എടുത്തു വെക്കുന്നത്. എടുത്തു വെക്കുന്നത് പിന്നെ കട്ട് ചെയ്യുന്നത് ഇത്രയും ബഡ്ജറ്റുള്ള പടം ആകുമ്പോൾ കുറെ പ്രാവശ്യം എത്ര പ്രാവശ്യം അവര് നോക്കിയിട്ടുണ്ടാവും. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവൂല? അതാണ് പണ്ടനോട് ചോദിച്ചത്. എന്തുകൊണ്ടായിരിക്കും ഇവര് ഇങ്ങനെ എഡിറ്റ് പിന്നീട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക? കാരണം പൃഥ്വിരാജും മുരളി ഗോപിയൊക്കെ ഓൾറെഡി പൊളിറ്റിക്കലി ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഇത് ഉള്ളതെന്ന്? ഇനി സോഷ്യലി അത്രയും സോഷ്യൽ മീഡിയ അതിന്റെ അകത്ത് എനിക്ക് ഊഹാപോഹങ്ങളേ ഉള്ളൂ. ഒരു ഊഹം ഞാൻ പറയാം. ഈ സിനിമേന്റെ അകത്ത് ഒരു സീൻ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മഞ്ജു വാര്യരുടെ ഒരു സിറ്റുവേഷന്റെ അകത്ത് ED വരുന്നുണ്ട്. അപ്പം അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പം അതൊരു സെൻട്രൽ ഏജൻസിയാണ്. ഈ സെൻട്രൽ ഏജൻസിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു പരാമർശം കുറച്ചു കാലങ്ങളായിട്ട് എയറിലുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ഇത് സിനിമയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ സിനിമയുടെ അകത്തേക്ക് ഏറ്റവും അവസാനം വന്നിട്ടുള്ള പ്രൊഡ്യൂസറാണ് ഗോകുലം ഗോപാലൻ. ഈ ഗോകുലം ഗോപാലിന് സിനിമ മാത്രമല്ല, ഒരുപാട് ബിസിനസ് ഉണ്ട്. അപ്പം പുള്ളിക്ക് ചിലപ്പോൾ പേടി വന്നിട്ടുണ്ടാവും, ഈ സിനിമ ഇതേ ടോപ്പിക് വെച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് വന്നേക്കാം. അങ്ങനത്തെ പലതരത്തിലുള്ള പേടികൾ. കാരണം ഇവർക്ക് ഇവിടെ ജീവിക്കണ്ടേ. ഇതേ പേടി പൃഥ്വിരാജിനും മോഹൻലാലിനും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ലഫ്റ്റനന്റ് കേണലാണ്. അപ്പൊ പുള്ളിക്ക് ഈ മിലിറ്ററിയുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നോക്കണം. 2009 പുള്ളി 2009 ലഫ്റ്റനന്റ് കേണലായത്. പുള്ളി 2009 പക്ഷേ ഗോകുലം ഗോപാലൻ പുള്ളി 2009 ഇതായത്, എന്താ പറയാ, ലഫ്റ്റനന്റ് കേണലായത് മോഹൻലാൽ. അതിനുശേഷം 2012 കേരള ടൂറിസത്തിന്റെ എന്താണ്ട് ഒരു പാർസത്തിൽ അഭിനയിച്ചിട്ട് തന്നെ പുള്ളിക്ക് മാപ്പ് അപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം പുള്ളി ലഫ്റ്റനന്റ് കേണലായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ടൂറിസത്തിന്റെ പരസ്യത്തിൽ അഭിനയിക്കാം, അതെനിക്ക് അതിനെപ്പറ്റി അതിന്റെ നിയമങ്ങളെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടും എനിക്ക് അറിയില്ല. അപ്പം പുള്ളിക്ക് പക്ഷേ മാപ്പ് അപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ആ കാലത്ത്. അപ്പം അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെയുള്ള ഒരു സിനിമയ്ക്ക്, രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ മീൻസ് രാജ്യം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ താല്പര്യങ്ങൾക്കെതിരെയുള്ള കൈൻഡ് ഓഫ് ഒരു സിനിമേന്റെ അകത്ത് അഭിനയിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാവാം എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോ ഈ ലഫ്റ്റനന്റ് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നേക്കാം. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രഷറുകൾ. പിന്നെ മോബ് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണല്ലോ. മോഹൻലാൽ ഒരു എക്സ്ട്രീം റൈറ്റ് മൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള ഒരു ടോക്ക് ഓൾറെഡി കേരളത്തിലുണ്ട്. അപ്പൊ പുള്ളിക്ക് ഒരുപാട് ആൾക്കാരെ ഫേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന്റെ അകത്ത് പ്രധാനപ്പെട്ട ആളാണ്. അപ്പം അതാണല്ലോ ഇപ്പം മേജർ രവി ഡിഫെൻഡ് ചെയ്യാൻ വന്നത്. മോഹൻലാൽ സിനിമ പോലും കണ്ടിട്ടില്ല, പുള്ളി സിനിമ പോലും കാണാതെയാണ്, ഇതിന്റെ പ്രിവ്യൂ പോലും കാണാതെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടി അങ്ങനത്തെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് അല്ലേ, ഇവരിപ്പൊ കട്ട് ചെയ്തതിനെ പറ്റി. അത് മോഹൻലാൽ തന്നെ ഇതിന്റെ ഒരു പ്രൊമോഷന്റെ വീഡിയോന്റെ അകത്ത് ഞാൻ ഈ സിനിമ മൊത്തം കണ്ടതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ സമാനമായിട്ടുള്ള സിറ്റുവേഷൻ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതേപോലെ ഇപ്പൊ നമുക്കൊരു സിനിമ ഇറങ്ങി, ഒരു കലാസക്തി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്ത് എന്ത് പറയാൻ പറ്റും? ഇത് ശരിയല്ല, അല്ലെങ്കിൽ ആ സിനിമേന്റെ അകത്ത് അല്ലെങ്കിൽ ആ കലാരൂപത്തിന്റെ അകത്ത് പറയുന്ന ആശയത്തിനെതിരെ നമുക്ക് സമ്മതിക്കാൻ പറ്റും. പക്ഷെ ആ കലാരൂപം തന്നെ മൊത്തത്തിൽ ബാൻ ചെയ്ത് കളയണം എന്നൊക്കെ പറയുന്നത് അത് ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ഇപ്പോഴും ഇന്ത്യ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കെ അതൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മള് ഇപ്പം കേരള സ്റ്റോറി ഓക്കെ, ഒബ്വിയസ്ലി ഇതുപോലത്തെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സിനിമ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
ആ സിനിമ ഒരുപാട് ആൾക്കാർ മലയാളത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതിനെതിരെ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതേപോലെ ഈ എമ്പുരാനെതിരെ വിമർശനങ്ങൾ വരട്ടെ, കുഴപ്പമില്ല നമുക്ക്. അല്ലെങ്കിൽ ഒരു ആസ് എ ഇന്ത്യൻ സിറ്റിസൺ അത് നമുക്ക് പേടിപ്പെടുന്ന ഒരു കാര്യമല്ല. കാരണം നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. ക്രിട്ടിസൈസ് ചെയ്യാനും പറ്റണം, തീർച്ചയായിട്ടും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ ഒരു സാധനം ഇറക്കി വിട്ടിട്ട് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞാലും തെറ്റാണ്. ഇതിന്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. ബാക്കി സ്ഥലങ്ങളിൽ ഈ സെൻസർ ബോർഡ് കഴിഞ്ഞിട്ടാണ് സെൻസർ ബോർഡ് ഒരിക്കലും ഇതല്ല നോക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, സെൻസർ ബോർഡ് ഈ BJPക്ക് എതിരെയുള്ള ഒരു സിനിമയാണ് എന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്യാനാണോ സെൻസർ ബോർഡ് ഇരിക്കുന്നത്? അതല്ല സെൻസർ ബോർഡിന്റെ പണി. സെൻസർ ബോർഡ് അതുകൊണ്ടാണ് ഇതിന് അനുമതി നൽകിയത്. സെൻസർ ബോർഡ് അനുമതി നൽകി ഈ സിനിമ ഇവിടെ ഇറക്കുകയും ചെയ്തു. ഗവൺമെന്റ് ബോഡി പബ്ലിക്കലി അത് പ്രൊഡ്യൂസ്, പബ്ലിക്കിന് ഈ രാജ്യത്തിന്റെ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന സാധനമാണെന്ന് പറഞ്ഞ സാധനം കൊടുക്കണം. അതിന്റെ അകത്ത് പിന്നീട് ഈ വിമർശനം വന്നോട്ടെ. ഓൾറെഡി എന്ത് കാര്യമാണ്, അതായത് പൊളിറ്റിക്കലി ലീനിങ്സിന്റെ മാത്രമല്ല കാര്യം ചിന്ത പറയണേ. അതായത് എന്ത് കാര്യമാണെങ്കിലും ഓൾ മൂവീസ് ആർ ഗെറ്റിംഗ് സെൻസർഡ് ടു സെർട്ടൺ ലെവൽ. അപ്പൊ സെൻസറിങ്ങിനും കുറിച്ച് നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് സെൻസറിങ് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? മനസ്സിലായോ? അതായത് എല്ലാതും അൺസെൻസേർഡ് ആയിട്ടും വേണം കാര്യങ്ങൾ. മനസ്സിലായോ? പൃഥ്വിരാജ്, മോഹൻലാൽ, അതായത് ഈ പടത്തിന്റെ മെയിൻ ആന്റണി പെരുമാൾ ഇവരൊക്കെ വന്നിട്ട് മുരളി ഗോപിയൊക്കെ വന്നിട്ട് ഈ കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വരുമോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? മുരളി ഗോപി ഒരു വസ്തു പറഞ്ഞിട്ടില്ല. മുരളി ഗോപി പറഞ്ഞ പോലെ ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിച്ചിട്ടുള്ളത്. എന്റെ വീട്ടിലെ ചുമരിന്റെ മുകളിൽ ഒരുപാട് ഫോട്ടോസ് ഒന്നുമില്ല, എന്റെ അച്ഛന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. മാപ്പ് ഗോപി പറയില്ല. അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് റിഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ പോലെ തോന്നുന്നു. മാപ്പ് ഗോപി പറയില്ല. പക്ഷെ അതിനകത്ത് മാപ്പ് പറയേണ്ട ആവശ്യമില്ലായിരുന്നു ശരിക്കും. അതായത് ഇത് ഇവരെ ബോധ്യത്തിന്റെ അകത്തുനിന്നല്ലേ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുന്നത്? അല്ലേ? നമ്മുടെ ബോധ്യത്തിന്റെ അകത്തുനിന്നല്ലേ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുന്നത്? അപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റും മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്ററും അവരെ ബോധ്യത്തിന്റെ അകത്തുനിന്നാണ് ഈ ഒരു സാധനം ഉണ്ടാക്കി വരുന്നത്. അപ്പൊ അതിനുശേഷം ഇതിന്റെ അകത്ത് ഒബ്വിയസ്ലി ഇത് വെച്ച് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ, ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവുന്ന സാധനം വെച്ച് ചിന്തിച്ചാൽ അറിയാം. അപ്പം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. അതിനുശേഷം പോയിന്റ് ഇപ്പൊ കുറച്ചുകൂടെ മേക്ക് സെൻസ് ആവുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിവാദമായി. പടം മോശമാന്ന് പറഞ്ഞ ടോക്ക് ഭയങ്കരമായിട്ട്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം കട്ട മോഹൻലാൽ ഫാനിന്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഇപ്പം ഞാൻ ഈ ലൂസിഫർ കാണാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ആട്ടോടാട്ടായിരുന്നു. ഇത് അങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് മനസ്സിലാൻ നോക്കണം. എന്നിട്ട് ഈ പുള്ളി പടം കണ്ടു കഴിഞ്ഞാൽ ആകെ സങ്കടപ്പെട്ട് പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കട്ട ലാലേട്ടൻ ഫാൻ മാത്രമല്ല, ലോക സിനിമകളെല്ലാം കാണുന്ന കേട്ടോ. പുള്ളിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവനിങ്ങനെ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ദേഷ്യമായിരുന്നു തന്നെ. കാരണം ഇവന് പടം തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്തൊക്കെ പടത്തിന് കുഴപ്പങ്ങളുണ്ട്. എന്നിട്ട് അതിനെ മറികടക്കാൻ വേണ്ടി ഇവർ ഈ പുറത്തോട്ട് വിട്ടിരിക്കുന്നതാണോ ഈ വിവാദം എന്ന് വേണമെങ്കിൽ സംശയിക്കാം. കാരണം ആരും പറഞ്ഞിട്ടില്ല, ആരും പബ്ലിക്കലി പറഞ്ഞിട്ടില്ല ഇതൊന്ന് സെൻസർ ചെയ്യണമെന്നോ എഡിറ്റ് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരായിട്ട് ചെയ്യുന്നതാണല്ലോ. അല്ല, അതാ പറഞ്ഞേ, ആൾക്കാർക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ നേരത്തെ പറഞ്ഞത് പറഞ്ഞ എന്റെ സോറി ഇടയിലൊന്ന് പറഞ്ഞു. മുരളി ഗോപിയുടെ പറഞ്ഞു, ബാക്കിയുള്ളവരുടെ പറഞ്ഞില്ല. ആന്റണി പെരുമാവൂർ, മോഹൻലാൽ. ബാക്കി എന്താണ്? മോഹൻലാൽ മാപ്പ് അപേക്ഷിച്ചല്ലോ. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് മോഹൻലാൽ മാപ്പ് അപേക്ഷിച്ചു. ഏത് ഈ സിനിമയിൽ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അവിടെയും പ്രശ്നമുണ്ട്. ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അതിനനുസരിച്ചിട്ട് ഇതിന്റെ അകത്ത് കട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത് പൃഥ്വിരാജും റീപോസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് അപ്പം അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ കാണാം. ഇനി ഈ 17 ഭാഗങ്ങൾ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ സിനിമ കണ്ടിട്ടില്ല. ഈ 17 ഭാഗങ്ങൾ കട്ട് ചെയ്തത് മൊത്തം ബയാസ്ഡ് ആയിട്ടാണോ കട്ട് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഇതിന്റെ അകത്ത് CPM നല്ല രീതിയിൽ വാരുന്നുണ്ട്, അതേ സമയത്ത് BJPനെ നല്ല രീതിയിൽ വാരുന്നുണ്ട്. അപ്പൊ BJPനെ വാരുന്ന എന്താ പറയാ പോർഷൻസ് മാത്രമാണോ കട്ട് ചെയ്യുന്നത്? വൺ സൈഡഡ് ആയിട്ടാണോ ഈ 17 പോർഷൻസും കട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വരും. മനസ്സിലായില്ലേ? എന്താ ഒരു സൈഡിന് മാത്രം
എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണോ എങ്ങനെ സെൻസർ ചെയ്യുന്നത്? അല്ല അടുത്ത കട്ട് കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വരും. മനസ്സിലായില്ലേ? മോഹൻലാൽ ഇനി 1, 2, 3 മാപ്പ് കൂടി പറയേണ്ടി വരും. പോയി കാണേണ്ടി വരും. അതെ, കാണേണ്ടി വരും. ചിലപ്പോ ഒരു ട്രിക്ക് മോഹൻലാൽ 1, 2, 3 മാപ്പ് കൂടി പറയേണ്ടി വരും ചിലപ്പോ. ഇതിന്റെ പ്രിന്റ് ഇറങ്ങിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രിന്റ് ഇറങ്ങും. 2 തരം പ്രിന്റ്. പക്ഷെ എനിക്ക് നമ്മുടെ എന്തൊക്കെ OTT-ല് പക്ഷെ കട്ട് ചെയ്ത നമ്മുടെ എന്തൊക്കെ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ചീഫ് മിനിസ്റ്റർ ഇതിന്റെ അകത്ത് കാണിച്ചിട്ടുള്ള ഒരു നിലപാട് എനിക്ക് ഭയങ്കര പ്രശംസനീയമായിട്ട് തോന്നി. പുള്ളിനെ നല്ല രീതിയിൽ Support വാരുന്നുണ്ട് ചെയ്തല്ലേ? സിനിമയുടെ അകത്ത്. ആ തിരുവാതിര കാണിക്കുന്ന സീനിന്റെ അകത്തും പല സീനുകളിൽ CPM-നെ നല്ല രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ പുള്ളി അതൊരു ക്രിട്ടിക്കായിട്ട് എടുത്തിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലയുറച്ചു എന്ന് പറയുന്ന സാധനം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നി. മേ ബി ഇത് BJP-ക്കെതിരെയുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം പുള്ളി ഇത്ര ഇനീഷ്യേറ്റീവ് എടുത്തത്. അത് വേറെ കാര്യം. പക്ഷെ ഇവന്തോ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ അതൊരു പ്രശംസ അറിയിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഡെഫിനറ്റ്ലി അല്ല, നമ്മൾ ബേസിക്കലി ആർട്ടിനെ ആർട്ടായി വെക്കുക. പൊളിറ്റിക്സ് നമ്മളിതൊന്നും ഒരു പൊളിറ്റിക്കലി ബയാസ്ഡ് ആയിട്ടല്ല കേട്ടോ സംസാരിക്കുന്നത്. നമ്മൾ ഈ പറയുന്നതൊന്നും ഒരു പൊളിറ്റിക്കലി നമുക്ക് BJP-നോടും ഒരു എതിരഭിപ്രായമില്ല, CPM-നോടും പ്രശ്നമല്ല. ആരെന്ത് മോശം ചെയ്താലും നമ്മൾ വിമർശിക്കും, ആര് നല്ലത് ചെയ്തേക്ക് അതാണ് മെയിൻ കാര്യം. ഉപദ്രവിക്കാതെ നിങ്ങൾ എത്ര വേണമെങ്കിൽ ആർട്ട് ക്രിയേറ്റ് ചെയ്തോ എന്ത് വേണമെങ്കിൽ ചെയ്തോ, നോ പ്രോബ്ലം. ഈ മാജോറിറ്റേറിയൻ പൊളിറ്റിക്സിന്റെ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ഇത് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ശരിക്കും ഒരിക്കലും ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അകത്തേക്ക് നമുക്കിത് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ പറയാം അല്ലെ. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അകത്തേക്ക് കൈ കടത്തുക എന്ന് പറയുന്നത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ആർക്കും ഇവിടെ എന്തും എന്താ പറയാ, ഇതൊരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നത് വരെ നമുക്കിവിടെ നമ്മുടെ സ്വന്തം ഒപ്പീനിയൻസ് പറയാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശങ്ങൾ നമുക്ക് ഈ രാജ്യത്ത് എന്താ പറയാ എല്ലാ പൗരനും തരുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്തെങ്കിലും കൈകടത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ നമ്മളത് എന്താണ് ഇനി ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യം അറിയില്ല. നമുക്ക് എന്തായാലും ഇതിന്റെ കട്ട് ചെയ്ത വേർഷൻ കണ്ടതിന് ശേഷം നമ്മൾ ഒരു പോഡ്കാസ്റ്റ് കൂടി നടത്തുന്നതായിരിക്കും. എന്തൊക്കെ കട്ട് ചെയ്തു. പക്ഷെ അങ്ങനെ ഇതിപ്പം ഇതിന്റെ ഒരു ഈ ടച്ചുള്ള ഒരു നരേറ്റീവ് കട്ട് ചെയ്യണം, ഒരുപാട് കട്ട് ചെയ്യേണ്ടി വരില്ലേ? പിന്നെ ഇതൊക്കെ മാറും. തീർച്ചയായിട്ടും അത് തന്നെ ഇല്ലാണ്ടായി പോകുന്ന എനിക്ക് തോന്നുന്നു. അതെ, സയ്യിദ് മസൂദ് നമുക്ക് ഇപ്പൊ കട്ട് ചെയ്ത് റിലീസ് ചെയ്തോ? ഇല്ലെങ്കിൽ ഓൾറെഡി തിങ്കളാഴ്ച മുതൽ വരുന്നാണ് പറഞ്ഞത്. അത് വന്നോന്നുള്ള അറിയില്ല. ആ തിങ്കളാഴ്ച കട്ട് ചെയ്ത് പോകുന്നതിന്റെ മുമ്പ് നല്ലൊരു റഷ് ഉണ്ടായി. ഇത് കട്ട് ചെയ്ത് പോകുന്നതിന്റെ മുമ്പ് മാക്സിമം കണ്ടു കളയാം എന്നുള്ള രീതിയിൽ ഒരു റഷ് ഉണ്ടായി. അപ്പം ജിജോ പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് ആൾക്കാരെ ആകർഷണമാക്കാം എന്ന് പറയുന്ന സാധനം ശരിക്കും നമുക്ക് ചിന്തിക്കണമെങ്കിൽ ഈ കട്ട് ചെയ്യുന്നത് ഒരു 4-5 ദിവസം കൂടി മുമ്പോട്ടായിരിക്കേണ്ടിയിരുന്നു. മനസ്സിലായില്ലേ? ഇത് ഒരു കട്ട് ചെയ്തത് 2 ദിവസം കൊണ്ട് കട്ട് ചെയ്തു. തിങ്കളാഴ്ച തന്നെ കട്ട് ചെയ്ത് റിലീസ് ചെയ്യാണ്. അപ്പം ഈ കട്ട് ചെയ്യാത്ത വേർഷൻ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് റഷ് 1-2 ദിവസമേ കിട്ടിയിട്ടുള്ളൂ. ആ റഷ് ഒരു 5-6 ദിവസം കിട്ടുകയാണെങ്കിൽ അത് ഇതാണ് പെർഫെക്റ്റ്. ഈ 2 ദിവസത്തിനുള്ളിൽ കാണുള്ളൂ. 4-5 ദിവസത്തേക്കൊന്നും ആൾക്കാർ പ്രതീക്ഷിക്കാത്ത അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ആയിക്കൂടെ? 4 ദിവസം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ദിവസം വെച്ചാലേ ആൾക്കാരുടെ ഇടയിൽ പെട്ടെന്ന് അപ്പൊ കുറച്ചുകൂടി അർജൻസി ക്രിയേറ്റ് ചെയ്യാണല്ലോ. കാരണം അപ്പം 2 ദിവസത്തെ ബിസിനസ് അല്ലേ അവിടെ കിട്ടുന്നുള്ളൂ. ആണ്. 2 ദിവസം വൈഡായിട്ടല്ലേ റിലീസ് ചെയ്യുന്നത്. മാക്സിമം ആൾക്കാർ അന്ന് തന്നെ പോയി കാണാം. അതായത് ഇപ്പൊ ഒരു സ്വർണത്തിനൊക്കെ എന്തുകൊണ്ടാണ് നമ്മള് കൂടുതൽ ഇങ്ങനെ കുതിച്ച് പൈസ ഇങ്ങനെ കയറി പോണേ? ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. ഇപ്പൊ ഒരു ലിമിറ്റഡ് പ്രൊഡക്റ്റ് അല്ലേ അവര് ക്രിയേറ്റ് ചെയ്തേക്കണേ. ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലാത്ത സാധനം പോയി കാണണം. അപ്പൊ ആൾക്കാരുടെ മനസ്സിൽ ബയാസ്ഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ബയാസ്ഡ് ആയിട്ടാണ് കാണിച്ചത് അല്ലേ? ഒരു സൈഡ് ബയാസ്ഡ് ആയിട്ട് കാണിച്ചു ശരിക്കും. അങ്ങനെ ചെയ്യാൻ ഫിക്ഷനാണ് ഇത്. അതെ, ഫിക്ഷനാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അതിനെ ബയാസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതൊരു ഫിക്ഷനാണ്. അങ്ങനെയാണല്ലോ സിനിമ എടുക്കണ്ടേ. ഇപ്പം അങ്ങനെയാണെങ്കിൽ നായകൻ ജയിക്കുന്ന സിനിമ ബയാസ് എന്ന് പറയാൻ പറ്റുമോ? അതെ, നായകൻ ജയിക്കുന്ന സിനിമ ബയാസ് പറയാൻ പറ്റുമോ?
അങ്ങനെയല്ല, ഇത് അത് പറയാൻ നടന്ന പറ്റില്ല. പിന്നെ ഒരു ഇതിനെ ഇപ്പൊ റിലേറ്റ് ഇത് ചെയ്ത് നടന്നൊരു കാണിക്കുന്ന കാര്യമല്ലേ? പോലെയല്ലേ ഉണ്ണിക്കുട്ടൻ എന്താ പറയുന്നത്? റബ്ബിഷ്. അല്ല ഞാൻ പറഞ്ഞതല്ല പടത്തിലെ അങ്ങനത്തെ നായകനുള്ള സിനിമയില്ലേ ഇപ്പൊ നമ്മളിപ്പോ സൂററൈ പോട്ടറൊക്കെ പോലെ, അതൊക്കെ അങ്ങനത്തെ ശരിക്കും ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത ബിസിനസിനെ കുറിച്ചാണല്ലോ. അതിലൊരു ഹീറോനെ അതിനെപ്പറ്റി ആൾക്കാര് അഭിനയിക്കുന്ന പറയല്ലോ. പോലെ അത് ഇപ്പൊ ബയാസ്ഡ് ആണെന്ന് പറയാലോ. നടന്ന സിറ്റുവേഷൻ ഇപ്പൊ ഇതേ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ ഒരു ഓർമ്മയിൽ ആ കൈപ്പ് വെച്ചാൽ ഏകദേശം ഇതേപോലെ തന്നെയാണ് സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നത്. അതിലും കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഉണ്ടാവായിരുന്നു. എനിക്ക് ആ ട്രെയിൻ കത്തിക്കുന്ന സാധനത്തെ കുറിച്ച് ഫ്ലാഷ് ബാക്ക് ഒന്നും പറയുന്നില്ല എന്നാണ് എന്റെ ഓർമ്മയിൽ. അപ്പൊ അവിടെ ഒന്നും ഇത് വരുന്നില്ലല്ലോ. എനിവേ നമ്മള് 45 മിനിറ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്ത് പറയാം. അതായത് നമ്മുടെ ഒരു കലാസൃഷ്ടിന്റെ അകത്തേക്ക്, അവനവന്റെ ബോധ്യത്തിന്റെ അകത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ അകത്തേക്ക് ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ഇനി ഭാവിയിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആ രീതി തന്നെയാണ് കാര്യങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തിൽ മുമ്പോട്ട് പോകേണ്ടത്. പിന്നെ അല്ലാത്ത സമയത്ത് നമ്മൾ ശരിക്കും പേടിക്കേണ്ടതുണ്ട്. അതെ, പിന്നെ എനിക്ക് തോന്നുന്നു ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ എന്ത് ക്രിയേറ്റർ ആണെങ്കിലും ഒരു കണ്ടന്റ് പുറത്തേക്ക് ഇടുവാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ പുറകെ നല്ല ഉറപ്പോടുകൂടി സ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ വേണം ഇടാൻ. അതായത് സ്റ്റിക്ക് ബൈ വാട്ട് ദേ ആർ പുട്ടിങ് ഔട്ട്. മനസ്സിലായി? ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടരുത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നമ്മളൊരു സാധനം ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് ഫോർ ദ സേക്ക് ഓഫ് ആർട്ട് ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് ദാറ്റ് പേഴ്സൺസ് പൊളിറ്റിക്സ്. സിനിമ എഴുതുന്നത് ഒരു പർപ്പസിനാണല്ലോ. കാശ് ചെലവാക്കിയവന്മാർക്കൊക്കെ കാശ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തോട്ട് കാശ് മേടിക്കുന്നുണ്ട്. ഇത് ചുമ്മാ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ചുമ്മാ ഒരു വെറുതെ ക്രിയേറ്റ് ചെയ്യുന്നല്ലോ, ജനറേറ്റ് ചെയ്യുന്നുണ്ട് റവന്യൂ. അതെ. പറയാതെ വയ്യ, പുള്ളി കൊള്ളാം. പുള്ളി അവിടെ പോയി അഭിനയിച്ച്, ഇവിടെ പോയി അഭിനയിച്ച്, അവിടെ സെറ്റാക്കി എടുത്ത്, ഇവിടെ സെറ്റാക്കി എടുത്ത്, ഇവിടെ പടം ഇറക്കി, സലാറ് കൊള്ളാം. എന്തായാലും അപ്പം അത്രയ്ക്കാണ് നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് പറയാനുള്ളത്.